സുജിയ, കഠിന വിമർശനമാണോ കോടതിയുടെ ഭാഗത്തുനിന്ന്? കഠിന വിമർശനമാണ്. കാരണം പാളിച്ചയിൽ നമ്പർ 1 ആയി നിൽക്കുന്ന ഒരു സർക്കാരിനെ കോടതി അങ്ങനെ വിമർശിച്ചില്ലെങ്കിലല്ലേ തെറ്റ് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ബാക്കി വെള്ളിയാഴ്ച പറയുമായിരിക്കും. വെള്ളിയാഴ്ച തിരിച്ചങ്ങോട്ട് പറയാൻ എന്താണുള്ളത് എന്നത് ഇപ്പോൾ ആൻഡോ സാർ പറഞ്ഞതുപോലെയുള്ളൊരു ന്യായീകരണവുമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ കോടതി അത് ഒടിച്ചു മടക്കി ഇങ്ങ് തിരിച്ചു തന്നുവിടും. എന്തായാലും അങ്ങനെയുള്ള ന്യായീകരണമൊന്നും കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് കഴിയില്ല. ദേവസ്വം ബോർഡ് എന്തായാലും അങ്ങനെയുള്ളൊരു മണ്ടത്തരം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ഇവിടെ നമ്മൾ കണ്ടതല്ലേ എന്താണ് അവിടെ സംഭവിച്ചത്. നമ്മുടെ മുന്നിൽ ആ ദൃശ്യങ്ങളടക്കം ആൻഡോ സാർ നിന്ന് കണ്ടതാണ്. അത് കണ്ടിട്ടും സാർ ഇങ്ങനെ ഉദ്യോഗസ്ഥരുടെ മാത്രം പ്രശ്നമാണെന്ന് പറയുന്നതൊക്കെ എങ്ങനെ ന്യായീകരിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനത് വിടുന്നു എന്തായാലും. അപ്പോൾ സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കണ്ട് അതിൽ കൊത്തിയിട്ടുണ്ടെങ്കിൽ ഇടപെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങയുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു, അത് പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ടാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് പറഞ്ഞ കാര്യം പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ മാത്രം എന്ത് ചെയ്യാനാണ്? ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഒരു സംവിധാനമാണ്. ഇവിടെ സംഭവിച്ചത് എന്താണ്? നമ്മൾ എല്ലാ വിഷയങ്ങളിലും പറയുന്നത് പോലെ ഇവിടെ മാഡം പാളിയത് സിസ്റ്റമാണ്. ഇവിടുത്തെ ശബരിമലയിലെ സിസ്റ്റവും പാളി. അങ്ങനെ ഓരോരോ സിസ്റ്റമായിട്ട് ഇങ്ങനെ സിസ്റ്റം ഫെയിലിയർ എന്താണ് സർക്കാരിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം ഫെയിലിയർ ആണ്. അതിപ്പോൾ ആരോഗ്യ മേഖലയിൽ നമ്മൾ ആ സിസ്റ്റം ഫെയിലിയർ കാണുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ ഒരു ലിഫ്റ്റ് കേടായിട്ട് ഇപ്പോൾ 1 മാസമായി, നന്നാക്കാൻ പറ്റിയിട്ടില്ല. സിസ്റ്റം ഫെയിലിയർ ആണ്, നന്നാക്കുമായിരിക്കും. അതുപോലെ തന്നെയാണ് ശബരിമലയിൽ പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമോ ഒന്നും അല്ല ഈ മണ്ഡല മകരവിളക്ക് സീസൺ എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കാലം തുടങ്ങുന്നത്. പണ്ടേ ഉള്ളതാണ്. ഇന്ന് നമ്മുടെ ഒരു ഡോക്ടർ സന്ദേശം വെച്ചു. അദ്ദേഹം 1974 തൊട്ട് തുടർച്ചയായിട്ട് ശബരിമലയിൽ പോകുന്ന ആളാണ്. മണ്ഡല കാലത്ത് മാത്രമല്ല അല്ലാതെ മാസപൂജയ്ക്കും ഒക്കെ ദർശനം നടത്തുന്നയാളാണ്. ആദ്യമായി അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഡോക്ടേഴ്സും എല്ലാവരും ചേരുന്ന ഒരു സംഘമാണ്. അവർക്ക് അവിടെ പോയിട്ട് ദർശനം നടത്താതെ തിരിച്ചു വരേണ്ടി വന്നു. ഇത്രയും ഒരു വിഷമം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് അവിടെ ചെന്നതിന് ശേഷം മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പേഡ് ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടാകും എന്നത് കണ്ടുകൊണ്ട് അവർ തിരിച്ചു പോരുകയാണ്. അവർ മറ്റ് ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി, അയ്യപ്പ ക്ഷേത്രങ്ങളിലടക്കം പോയി നെയ്ത്തേങ്ങയൊക്കെ ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന നെയ്ത്തേങ്ങ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത്രയും വിശ്വാസത്തോടെ വ്രതമെടുത്ത് മാലയിട്ട് പോകുന്ന ഭക്തരാണ്. അപ്പോൾ അവർ അത് മറ്റ് ക്ഷേത്രങ്ങളിൽ, അയ്യപ്പ ക്ഷേത്രങ്ങളിൽ തന്നെ പോയി ആ നെയ്ത്തേങ്ങയൊക്കെ ഉടച്ച് അവർ തിരിച്ചു വരികയാണ്. പൂജയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അവർക്കൊക്കെ ഉണ്ടാകുന്ന വിഷമമുണ്ടല്ലോ. നമ്മൾ ഈ ഉദ്യോഗസ്ഥരുടെ പഴി അല്ലെങ്കിൽ സർക്കാരിൻ്റെ പഴി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെയും തലയിലേക്ക് നമുക്ക് ഈ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഉണ്ടായത് എന്ന് പറയുന്നത് ഇതുവരെ കാണാത്ത ഒരു കാര്യമാണ്. നേരത്തെയും തിരക്കുണ്ടായിട്ടുണ്ട്. ആ തിരക്കിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുല്ലുമേട് ദുരന്തമടക്കം നമ്മുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ. 102 പേരാണ് പുല്ലുമേട് ദുരന്തത്തിൽ മരിച്ചത്. പക്ഷേ അവിടെയൊക്കെ ഈ പാളിച്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് പിന്നീടുള്ള വർഷങ്ങളിൽ നമ്മൾ കണ്ടത്. ഇവിടെ ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പായതിനു ശേഷമുള്ള മികച്ച രീതിയിലുള്ള സംഘാടനത്തോടു കൂടിയുള്ള സീസൺ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നേ. പക്ഷേ അതിൽ നിന്ന് ഈ വർഷത്തിലേക്ക് വരുമ്പോൾ ഈ വർഷത്തെ പ്രത്യേകത എന്താണ്? ഈ വർഷമാണ് സർക്കാരായി മുൻകൈ എടുത്തുകൊണ്ട് അയ്യപ്പ ഭക്തർക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആഗോളതലത്തിലുള്ള അയ്യപ്പ ഭക്തരെയെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട്, അതിപ്പോൾ പത്തനംതിട്ടയിലെ CPM-ന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ സ്പോൺസർഷിപ്പിന് വേണ്ടിയാണെന്നാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും അങ്ങനെ ഒരു സംഗമം നടത്തിയ വർഷമാണിത്. സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമം. പറയാലോ, അതിനെന്താ പറഞ്ഞു തരാലോ. ആഗോള അയ്യപ്പ സംഗമം, അതിൽ 355 കോടിയുടെ 4 പദ്ധതികളാണ്. അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ആ കണക്കെടുത്ത് വെച്ചിരുന്നു. എന്തായാലും ഈ സംഗമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുമ്പോഴേക്കും ഹിൽ ടോപ്പിൽ 2 പന്തൽ, പമ്പാതീരത്ത് ഭക്ഷണ സൗകര്യം, അങ്ങനെ മുന്നോട്ടേക്ക് നടപ്പാക്കാനായിട്ടുള്ള, ഈ വർഷം നടപ്പാക്കാനുള്ള പദ്ധതി ഒന്നും അല്ല കേട്ടോ, മുന്നോട്ടേക്കുള്ള ഭാവിയിലേക്കുള്ള പദ്ധതികളാണ് അവിടെ ചർച്ചയായത്. ആ ചർച്ചയുടെ കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഈ ചർച്ചയിൽ സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമത്തിൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ചയുടെ മോഡറേറ്റർ ആരായിരുന്നു? K. ജയകുമാർ. അദ്ദേഹമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, അല്ലല്ല പൂർത്തിയാക്കിയിട്ട് പറയാനും ഇടപെടാനും ഒക്കെയുള്ള സമയം തരാം. മാഡം അതിന് അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ ചർച്ചയുടെ മോഡറേറ്റർ ആയിരുന്ന K. ജയകുമാർ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ലോകമെമ്പാട് നിന്നുള്ള, മുദ്ര ശ്രദ്ധിക്കണം, ലോകമെമ്പാട് നിന്നുള്ള പ്രതിനിധികൾ ഈ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച്, മാസ്റ്റർ പ്ലാനിലെ അങ്ങ് സൂചിപ്പിച്ച കണ്ടന്റ് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഇവിടെ ഈ പദ്ധതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച തന്നെ ഈ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ഈ മാസ്റ്റർ പ്ലാനിൽ പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഗണപതി കോവിലേക്കുള്ള സുരക്ഷാ പാലം 50 കോടി വകയിരുത്തുന്നു. സന്നിധാനത്ത് പുതിയ പ്രസാദ മണ്ഡപം, തന്ത്രി മേൽശാന്തി മഠങ്ങൾ ഉൾപ്പെടെയുള്ള തിരുമുറ്റം വികസനം, പിൽഗ്രിം അമ്യൂണിറ്റി സെന്റർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിൽഗ്രിം അമ്യൂണിറ്റി സെന്ററിന് 9.95 കോടി. നിലയ്ക്കൽ അടിസ്ഥാന താവളത്തിൽ സുരക്ഷാ ഇടനാഴി, റോഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ, അതിന് ചെലവ് കണക്കാക്കുന്നത് 180 കോടി. അന്നദാന മണ്ഡപം ഉൾപ്പെടെ സന്നിധാനത്തെ പ്രധാന കെട്ടിടങ്ങൾക്ക് അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കലിനുള്ള 5 കോടി. അപ്പോൾ ഇതിന്റെയൊക്കെ നിർമ്മാണം തുടങ്ങുന്നതിന് വേണ്ടി വിശദമായ പദ്ധതി രേഖ DPR തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളടക്കം നടക്കുമെന്ന് പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തിൽ ആ ചർച്ചയിൽ പങ്കെടുത്തത് എത്ര പേരാണെന്ന് നമ്മൾ കണ്ടതാണ്. 5000 പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞയിടത്ത് എത്രയാണ് കണക്കെന്നുള്ളതും പുറത്തു വന്നതാണ്. എത്രയായാലും 5 പേരായാലും 10 പേരായാലും 5000 പേരായാലും ചർച്ച അവിടെ നടന്നല്ലോ. ആ ചർച്ചയിൽ പങ്കെടുത്തയാളെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വെക്കുന്നു. K. ജയകുമാറിന്റെ
പോർട്ട്ഫോളിയോയിൽ ഇതുവരെ അദ്ദേഹം പറയട്ടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണ് കൊണ്ടുവന്നെന്ന് പറയുന്നത് എന്താ അർത്ഥത്തിൽ? പറയട്ടെ ഞാനിത് പറഞ്ഞില്ലല്ലോ. ഞാൻ ജിമ്മി സാർ പറഞ്ഞു അയ്യോ സർക്കാർ സാർ പറഞ്ഞത് അവിടെ ചോദിക്കണമായിരുന്നു. ഞാൻ പൂർത്തിയാക്കട്ടെ. ജിമ്മി സാർ പറഞ്ഞത് ജിമ്മി സാറിന്റെ അഭിപ്രായം, ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം. ഞാൻ പറയട്ടെ എന്തായാലും ഇത്രയും പദ്ധതികൾ ഞാൻ ആ പോയിന്റിലേക്ക് ഒന്ന് എത്തട്ടെ. അതായത് ഇത്രയും പദ്ധതികളൊക്കെ ചർച്ച ചെയ്ത ഒരു പരിപാടി നടന്നത് സെപ്റ്റംബർ 20-ന്. അതിനുശേഷം ഈ സ്റ്റാമ്പേഡ് ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നവംബർ 18-ന്. ഈ 2 മാസങ്ങൾക്കിപ്പുറമാണ് ഈ സ്റ്റാമ്പേഡ് ലൈക്ക് സിറ്റുവേഷനിലേക്ക് പോകുന്നത്. അത് മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ 3-ാമത്തെ ദിവസമാണ്. ഈ 16-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുന്നു. 5 മണിക്ക് നട തുറക്കുമ്പോൾ അങ്ങ് പറഞ്ഞ കണക്ക് തെറ്റാണ്. 5 മണിക്ക് നട തുറന്നതിന് ശേഷം അന്നത്തെ ദിവസം ദർശനം നടത്തിയിരിക്കുന്നത് 53,278 പേരാണ്. തൊട്ടടുത്ത ദിവസം 17-ാം തീയതി ആ ഒരു ദിവസം പൂർണ്ണമായി മല കയറി എത്തിയിരിക്കുന്നത് 98,915 പേരാണ്. 18-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ്, അതായത് 11 മണിക്ക് 1 മണിക്ക് ഇടയിലുള്ള സമയത്താണ് തീർത്ഥാടകരുടെ ബാഹുല്യം കൂടുന്നത്, 2 മണിവരെ ദർശന സമയം നീട്ടുന്നത്. അതുവരെ കയറിയിട്ടുള്ളത്, അന്ന് ഉച്ചവരെ കയറിയിട്ടുള്ളത് 44,401 പേരാണ്. അങ്ങനെ വെച്ച് നോക്കിയാലും വൈകുന്നേരം വരെ 80,000-ന് മുകളിൽ ആളുകൾ കയറില്ല. ഈ 44,000 പേര് വരുമ്പോൾ അതിന് തൊട്ട് മുൻപത്തെ 98,000 പേരിൽ 20,000 പേരെങ്കിലും അവിടെ നിന്ന് പോയിട്ടില്ല എന്നുകൂടി കൂട്ടിക്കോളൂ. എന്നാലും അവിടുത്തെ അക്കോമഡേഷൻ അല്ലെങ്കിൽ അവിടെ ഉള്ളതെന്ന് പറയുന്നത് 60,000-ആണ്. 60,000 പേരെ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള പോലീസ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. പോലീസ് സംവിധാനത്തെ ഞാൻ കണ്ടിട്ടില്ല. 10,000 ആൾക്കാർ, സോറി 20,000 ആൾക്കാർ സ്പോട്ട് ബുക്കിംഗ് കൊടുക്കാൻ അത്രയാണ്. 100,000 ആൾക്കാർ അവിടെ ഉണ്ട്. ഇല്ല ഇത് ശബരിമലയിലെ കണക്കാണ്. ശബരിമലയിലെ കണക്കാണ്. ആൾക്കാരെ വന്നിട്ട് അല്ല ഇത് ശബരിമലയിലെ കൃത്യമായ കണക്കാണ്. 17-ാം തീയതി ആകെ ദർശനം നടത്തിയിരിക്കുന്നത് 18-ാം പടി കയറി ഇരുമുടിക്കെട്ടുമായി ദർശനം നടത്തിയിരിക്കുന്ന 98,915 പേരാണ്. ദേവസ്വം ബോർഡിന്റെ കണക്കാണ്. പറയട്ടെ 18-ാം തീയതി ഉച്ചവരെ, 18-ാം തീയതിയാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇന്നലെ ഉച്ചയ്ക്കാണ് പ്രശ്നം ഉണ്ടായത്. ആ ഉച്ചയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നത് വരെ രാവിലെ മുതൽ ദർശനത്തിനെത്തിയിരിക്കുന്ന 44,401 പേരാണ്. അത്രയും പേരെ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം സാറേ. ശബരിമലയിലെ കണക്കാണ്. ഞാനിതാ ക്ഷമിക്കണം, ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. അതെ, ഞാൻ ഇനി ഇതിലേക്ക് വരാം, എന്റെ പോയിന്റിലേക്ക് വരാം. ഇവിടെയാണ് ആളെ കുറച്ചാൽ പ്രതിസന്ധി പരിഹരിക്കാം, ആളെ കുറച്ചല്ല പ്രതിസന്ധി പരിഹരിക്കേണ്ടത്. ഇത്രയും ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കയറിയിട്ടുള്ളതാണ് 18-ാം പടി. ആ ശബരിമലയിൽ അതിനുള്ള സൗകര്യമുണ്ട്. 44,401 പേർക്ക് നിൽക്കാൻ കഴിയാത്ത സ്ഥലമൊന്നുമല്ല ശബരിമല. അവിടെ കൃത്യമായിട്ടൊരു മാനേജ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് അവിടെ ആ പാളിച്ച ഉണ്ടായത്. അതിന്റെ ഉത്തരവാദിത്തം ഈ സർക്കാരിന് തന്നെയാണ്, സർക്കാരിനും ദേവസ്വം മന്ത്രിക്കും തന്നെയാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 10 ദിവസത്തിനുള്ളിൽ ഒന്നുമല്ല ഇതൊന്നും തീരുമാനിക്കേണ്ടത്. അതൊക്കെ 10 ദിവസത്തിനുള്ളിലല്ല. ഇന്ന് വരണമെന്ന് ഞാൻ പറയാം സാറേ. നമ്മൾ അവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാളും ആൾക്കാർ ജനങ്ങൾ അങ്ങോട്ട് വരികയാണെന്ന് പറയട്ടെ. ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം വന്നിട്ടില്ല. ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം വന്നിട്ടില്ല. 10 പേര് വന്നാൽ 10 പേർക്ക് 10 കസേര ഇടണം. 50 പേര് വന്നാൽ 50 കസേര ഇടണം. അല്ലാതെ 50 പേര് വരുമ്പോൾ നിങ്ങൾ 10 കസേര ഇട്ട കാര്യം നടക്കത്തില്ല. അതാണ് അവിടെ നടന്നത്. കൃത്യമായിട്ട് നിങ്ങൾ അവിടെ സംവിധാനം ഒരുക്കിയില്ല. 18-ാം പടി കയറുന്ന ഇടത്ത് കണ്ണടച്ചാൽ ഇരുട്ടാകില്ല. പുറത്ത് നല്ല വെളിച്ചമാണ്. അതെ, ആ ദൃശ്യങ്ങൾ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത് എന്താണ്? ബാരിക്കേഡ് മറികടന്ന് മറുഭാഗത്ത് കൂടി ഭക്തർ കടന്നു വന്നതാണ് അവിടെ പ്രശ്നമായത്. മറുഭാഗത്ത് കൂടി ഭക്തരുടെ എൻട്രി കൊടുക്കാത്ത ഭാഗത്ത് കൂടി ആളുകൾ കടന്നു വരുന്ന സൗകര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അവിടെ നിയന്ത്രണത്തിന് പോലീസിനെ വിന്യസിക്കാത്തത് കൊണ്ടാണ്. കൃത്യമായ നിയന്ത്രണം പാലിക്കപ്പെടാത്തത് കൊണ്ടാണ്. 18-ാം പടി കയറുന്ന ഇടത്ത് ഒരിക്കലും 5 പേർ നിരന്ന് 18-ാം പടി കയറുന്ന രീതിയിലല്ല സംവിധാനമുള്ളത്. ഒരേ സമയം 10 പേർ ഒരു പടിയിൽ നിൽക്കാൻ പറ്റില്ല. അത്രയും വലിപ്പം ആ പടിക്കില്ല. ആ രീതിയിൽ ആളുകളെ കയറ്റിവിട്ടത് ആരാണ്? അവിടെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഞാൻ കണ്ടത് 6 പോലീസുകാരെയാണ്. 6 പോലീസുകാരിൽ കൂടുതൽ 18-ാം പടിയുടെ താഴെ ആ ദൃശ്യത്തിൽ ഉണ്ടായിരുന്നില്ല. അവിടെ 6 പോലീസുകാരാണ് ഈ ആളുകൾ ഇരച്ചു കയറി വന്നപ്പോൾ നിയന്ത്രിക്കാനായി ഉണ്ടായിരുന്നത്. പടിയിലല്ല മാഡം, പടിയിലേക്ക് കയറുന്നതിന് മുൻപ് വലിയ നടപ്പന്തൽ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന ഭാഗത്ത് അല്ലല്ല, അവിടെ കയറ് കെട്ടി തടയുന്ന ഭാഗത്ത് എങ്ങനെയാണ് ആളുകൾ ഇത്രയും ഒരേപോലെ ഒരു ആൾക്കൂട്ടം പോലെ ഇങ്ങനെ ഇരമ്പി വരുന്ന ഒരു സാഹചര്യം അല്ല ശബരിമലയിലുള്ളത്. അവിടെ നിയന്ത്രണമുണ്ട്. പറയട്ടെ ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അങ്ങ് ഇടയ്ക്ക് കയറി പറഞ്ഞ
പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആ സിസ്റ്റത്തിലുള്ള ഫെയിലിയറാണ്. അത് കെ ജയകുമാറിന് മനസ്സിലായിട്ടും അങ്ങേക്ക് മനസ്സിലാകാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കെ ജയകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അദ്ദേഹം ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനിന്റെ ചർച്ചയിലടക്കം മോഡറേറ്റർ ആയിരുന്ന അദ്ദേഹത്തിന് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട അവിടുത്തെ തിരക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാം. അദ്ദേഹവും പലവട്ടം ശബരിമല കയറിയിട്ടുള്ള ഒരാളാകാനാണ് സാധ്യതയെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആദ്യമായിട്ട് മണ്ഡലകാലം കാണുന്നത് പോലെയുള്ള ന്യായീകരണം സാർ മുന്നോട്ട് വെച്ചതിനെ എനിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അതിനോട് ഞാൻ എൻ്റെ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്യുകയാണ്. കാരണം ദേവസ്വം ബോർഡ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മണ്ഡലകാലം കാണുന്നത്, ആദ്യമായിട്ടാണ് ഈ തിരക്ക് കാണുന്നത്. 2 ലക്ഷം പേരൊന്നും വന്നിട്ടില്ല സാറേ, 2 ലക്ഷം വന്നിട്ടില്ല. കള്ളം പറയല്ലേ, 2 ദിവസം കൊണ്ട് 1,98,000 ആൾക്കാർ കയറി എന്നാണ് പറയുന്നത്. അവിടെ അത് മാത്രമല്ല പുറത്ത് ബുക്കിംഗ് 20,000 ആൾക്കാരേ ഉള്ളൂ, അതിന് പുറത്ത് 35,000 ആൾക്കാർ വേറെ നിൽക്കുകയാണ്. എന്നിട്ട് മാത്രമല്ല അവരെ തടയാൻ കഴിയാതെ ഈ സ്പോട്ട് ബുക്കിംഗിന്റെ സ്ഥലത്ത് നിന്ന് ഉള്ളിലോട്ട് ഇരച്ചു കയറി പോകുന്ന ആൾക്കാർ. പൂർത്തിയാക്കിക്കോട്ടെ, ഞാൻ പൂർത്തിയാക്കാണ്. അപ്പോൾ ഇവിടെ ആളെ കുറച്ച് പ്രതിസന്ധി പരിഹരിക്കുകയല്ല വേണ്ടത്. അവിടേക്ക് വരുന്ന ആളുകൾ അത് എല്ലാ കാലത്തുമുള്ള രീതിയിൽ തന്നെയുള്ള ഭക്തജന പ്രവാഹം ഉണ്ടാകുമെന്നേ. അയ്യപ്പനെ കാണാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ആഗ്രഹം സാധ്യമാക്കി കൊടുക്കുന്നതിനാണ് ദേവസ്വം ബോർഡ് പോലൊരു സംവിധാനം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശബരിമല. അവിടെ നിന്നുള്ള വരുമാനത്തിൽ മാത്രം കണ്ണുവെക്കുകയല്ല, അവിടുത്തെ സ്വർണ്ണപ്പാളി ഇളക്കലിൽ മാത്രം കണ്ണുവെക്കുകയല്ല, ഭക്തർക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കണം. പമ്പയിലൊക്കെ നാറിക്കിടക്കുകയാണ്, മാലിന്യവാഹിയെ കിടക്കുകയാണ്. അതൊക്കെ ശരിയാക്കുന്നതിന് എന്ത് പെരുമാറ്റച്ചട്ടമാണ്? അതൊക്കെ എന്ത് പെരുമാറ്റച്ചട്ടമാണ്? അതിനൊക്കെ എന്ത് പെരുമാറ്റച്ചട്ടമാണ്? എത്ര വർഷമായതാണ് മാസ്റ്റർ പ്ലാൻ 2006 ഉണ്ടല്ലോ, അതുകൂടെ പറഞ്ഞേക്കാം. സാറി പറഞ്ഞു കേട്ടതൊന്നും ഇപ്പൊ പിണറായി വിജയൻ സാർ ഇടപെടുന്നതുകൊണ്ടാണ് സമയം നീളുന്നത്. ഞാനത് പൂർത്തിയാക്കിയോടെ. 2006 സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വന്ന മാസ്റ്റർ പ്ലാൻ 2007 സംസ്ഥാന സർക്കാർ അംഗീകരിച്ചതാണ്. അതിനുശേഷം ഇതുവരെ അത് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിണറായി വിജയൻ ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചതൊന്നും അല്ല ഇത്. 2006 ഒരു മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നു, അത് പാസ്സാക്കി, സുപ്രീം കോടതി പറഞ്ഞു അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഒരു എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? മാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ടാണ്. BJP പറഞ്ഞോ? അപ്പൊ പ്രതിപക്ഷം ഒന്നാമത്തെ കാര്യം അതിലും വലിയ രാഷ്ട്രീയമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. കഠിന വിമർശനം കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഒരു കാര്യം ഒരു കാര്യം ഇവിടെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ഈ ജയകുമാറിനെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞ കാര്യം പൊളിഞ്ഞില്ലേ? ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഘത്തിന്റെ മോഡറേറ്ററാക്കി വെച്ച തീരുമാനം. Meet the editors.